അപ്പം കളങ്കാവൽ എന്ന സിനിമ കണ്ടു. ഞാൻ പടം കണ്ടു കഴിഞ്ഞൊരു വീഡിയോ ഓൾറെഡി എടുത്തതാണ്. ആ വീഡിയോയിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നിയ വീഡിയോ വേണ്ട. ഭയങ്കര ഓവറായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. പടം കണ്ടു കഴിഞ്ഞതിൻ്റെ ഒരു എഫക്റ്റാണ്. അതായത് എനിക്ക് പേഴ്സണലി സിനിമ നല്ലോണം വർക്കായി പടം. ഡയറക്റ്റ് ചെയ്തേക്കുന്ന ആൾ ജിതിൻ കെ ജോസ്. അയാളുടെ പേര് അങ്ങനെ, ജിതിൻ കെ ജോസ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ഫിലിം ആട്ടോ ഇത്. ആദ്യത്തെ പടം. മമ്മൂട്ടി കമ്പനി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന. മമ്മൂട്ടി, വിനായകൻ, അതുപോലെ തന്നെ കുറേ ഇവർ 20ഓളം ആക്ട്രസ് ഉണ്ട് കേട്ടോ പടം എങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ ഫിലിമാണ്. ഞാൻ ആവറേജ് ആ ഒരു ഇതിലാണ് കേട്ടത്. ഒരു ഫസ്റ്റ് ഡേ എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ ഫസ്റ്റ് ഡേ കാണണം, ഞാൻ പോണ്ടിച്ചേരിയിലാണ് കണ്ടത് ഫസ്റ്റ് ഡേ തന്നെ. പക്ഷേ ഞാൻ നാട്ടിൽ വന്നുകൊണ്ട് അവരുടെ യാത്രാക്ഷീണം കാര്യങ്ങളായതുകൊണ്ട് സ്കിപ്പ് ചെയ്തു. നെക്സ്റ്റ് ഡേ കാണാമെന്ന് വിചാരിച്ചെങ്കിലും പേഴ്സണലായിട്ടുള്ള കുറേ പ്രോഗ്രാമും പരിപാടികളുള്ളതുകൊണ്ട് നടന്നില്ല. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്നാണ് ഞാൻ പടം രാവിലത്തെ ഷോ പോയി കണ്ടു. ഉച്ചയ്ക്കൊരു വീഡിയോ എടുത്തു. പിന്നെ തോന്നി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ വീഡിയോയിൽ ഞാൻ. പിന്നെ അത് ക്യാൻസൽ ചെയ്തിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്കിഷ്ടമായി സിനിമ. എല്ലാവർക്കും അത് വർക്കാവില്ല. എനിക്ക് ആ പടത്തിൻ്റെ രീതി അങ്ങനെയാണ്. സ്ലോ ആയിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഫിലിമാണ്. അല്ലാണ്ട് പെട്ടെന്ന് എല്ലാവരും പിടിച്ചിരുത്തുന്ന രീതിയിലുള്ളൊരു പിടിച്ചിരുത്താന്ന് പറഞ്ഞാൽ ഈ പടം ആ പാറ്റേണാണ് പോകുന്നത്. പിടിച്ചിരുത്തും, ബട്ട് സ്റ്റിൽ സ്ലോ പേസിലായിരിക്കും പടം പോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നൊരു സിനിമ ഒരു എക്സാമ്പിളായിട്ട് എനിക്ക് തോന്നിയത്. സ്ലോ ആയിട്ട് പോകുന്നൊരു സ്ലോ പേസിലായിരിക്കും പടം പോകുന്നത്. ആ സോൺ ഫിലിം ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ ആ ഒരു പടം വർക്കാവും. പിന്നെ മെയിൻ തിങ് ഈസ് ആളുടെ ആക്ടിങ്. പടം ഇപ്പം ഇറങ്ങുന്ന മുമ്പ് തന്നെ ഇപ്പോൾ കളങ്കാവലിൻ്റെ പോസ്റ്റർ ഇറങ്ങിയാലോ പോസ്റ്ററിൽ തന്നെ ഉണ്ട്. ഇപ്പം മമ്മൂക്ക ഇരിക്കുന്നൊരു പോസ്റ്ററുണ്ട്, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നൊരു പോസ്റ്റർ ആദ്യം ഇറക്കിയല്ലോ. ആ മുഖത്ത് തന്നെ ഉണ്ട് ആ ഒരു രാക്ഷസൻ, ആ ഒരു അല്ലെങ്കിൽ ആ ഒരു വില്ലനിസം, ആ ഒരു സംഭവം, ആ ഒരു സെറ്റപ്പ്. അപ്പോൾ പടം ഇറങ്ങുന്ന മുമ്പ് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പടം എന്തും ആയിക്കോട്ടെ, ഭാവിയിൽ ഇപ്പം ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചിന്തിച്ചത് ഭാവിയിൽ ഇറങ്ങുമ്പോൾ പടം നല്ല ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹിറ്റ് ആയിക്കോട്ടെ, ഫ്ലോപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യലി പോട്ടെ, ഒരാൾക്ക് പേഴ്സണലി ഇനി ഇഷ്ടപ്പെടാണ്ടിരിക്കുക ഒരു സിനിമ, അത് അവരുടേതായ ഒരു പെർസ്പെക്റ്റീവാണ്. ഇപ്പം എൻ്റെ കാര്യം കൂടി ആയാലും നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല മമ്മൂക്കയുടെ പെർഫോമൻസ്. അതൊരു ഫാക്റ്റാണ്. അത് ഈ പടം എൻ്റെ ഇപ്പോൾ കസിൻസ് കണ്ടു, അവർക്ക് ഫിലിം ആവറേജ് ആയിരുന്നു. ബട്ട് പറയാം, മമ്മൂക്കേനെ അവർക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഈ ഒരു പടം ഇറങ്ങുന്ന മുമ്പ് മനസ്സിലൊരു സംഭവം ഉണ്ടായി, പടം എന്തോ ആയിക്കോട്ടെ, മമ്മൂക്കയുടെ ആക്ടിങ് ഒരു സംഭവം, ഒരു മാജിക് ഉണ്ടല്ലോ. ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ വ്യക്തിക്ക്. അപ്പോൾ ആ ഒരു ആസ് എൻ ആക്ടർ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമുണ്ട്. പടം എന്തോ ആയിക്കോട്ടെ, എൻ്റെ ആഗ്രഹം ഈ പടത്തിൽ ഞാൻ ആക്ടിങ്, പുള്ളിക്കാരൻ്റെ അഭിനയം കണ്ടിരിക്കണം തന്നെയായിരുന്നു ഓൾറെഡി ഡിസൈഡ് ചെയ്തത്, പടം എന്ത് റിസൾട്ട് വന്നാലും. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി കണ്ടു. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയില്ല, പോണ്ടിയിൽ എൻ്റെ ഫ്രണ്ട്സ് കണ്ടു. അപ്പോൾ അവർക്ക് പറഞ്ഞു മമ്മൂക്കയുടെ അഭിനയം എന്നൊരു സംഭവം എടുത്തെടുത്ത് പറഞ്ഞിരുന്നു. അതുകൊണ്ടാവാം ഇപ്പോൾ സിനിമ എന്ന രീതിയിൽ അവർക്ക് ആവറേജ് വന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലും കൂടി ഇരുന്ന് ഞാൻ പോയി പടം കാണുന്നത്. അതുകൊണ്ടാവും എനിക്ക് സിനിമ വർക്കായി. ഞാൻ ആഗ്രഹിച്ചത് ആ ഒരു പെർഫോമൻസ് മാത്രം കണ്ടിരിക്കുക, അതെനിക്ക് എന്തായാലും കിട്ടി. ഭയങ്കര നല്ല പെർഫോമൻസ്. ഞാൻ നമ്മുടെ കുടുംബം പോറ്റി, അല്ലെങ്കിൽ നമ്മുടെ വിധേയനിലെ ക്യാരക്ടർ ഉണ്ടല്ലോ, ഈ ബ്രഹ്മയുഗം, ആ ഒരു സോൺ വിധേയനിലെ ചെയ്തേക്കുന്നത് അത് ആ രീതിയിൽ. ഈ കുടുംബം പോറ്റി ചെയ്തേക്കുന്നത് 2 സെപ്പറേറ്റായി. ഇപ്പോൾ ഈ കഥാപാത്രമായാലും, കഥാപാത്രത്തിൻ്റെ പേര് സ്റ്റാൻലി എന്നാണ് മമ്മൂക്കയുടെ ക്യാരക്ടറിൻ്റെ നെയിം. ഈ ഫിലിമിൽ 3 രീതിയിൽ അവതരിപ്പിച്ചു. ബട്ട് 3 പെടുന്ന ഒരു സർക്കിൾ സെയിമാണ്. ഇപ്പോൾ ഒരേ ബോക്സിൻ്റെ അകത്തുള്ളൊരു 3 ക്യാരക്ടേഴ്സാണ്. ഈ കൊടുമൻ പോറ്റി ബ്രഹ്മയുഗത്തിലെ, അല്ലെങ്കിൽ കളങ്കാവലിലെ, അല്ലെങ്കിൽ ഈ ഏതാ പടം, വിധേയൻ. ഒരേ സോൺ നിൽക്കുന്ന ക്യാരക്ടേഴ്സ്. രാക്ഷസന്മാരായ വില്ലന്മാരുണ്ടല്ലോ, കാണുമ്പോൾ പേടിയ സംസാര ഡയലോഗ് ഡെലിവറിയിലായാലും, ഫിസിക്കൽ അപ്പിയറൻസിലായാലും, ആക്ടിങ്ങിലായാലും നമുക്ക് തോന്നുന്നൊരു പേടി. അത് ഈ 3 ഒരേ സോണിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ്. ഇപ്പം നെഗറ്റീവ് ക്യാരക്ടർ പുള്ളിക്കാരൻ മമ്മൂക്ക ഐ തിങ്ക് ഈ ഫിലിം ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ അത് മുന്നറിയിപ്പാണോ, മുന്നറിയിപ്പ്
മുന്നറിയിപ്പിൽ വില്ലൻ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തെങ്കിൽ കൂടി അതിൻ്റെ ഒരു രീതി വേറെ ആയിരുന്നു. ആ കഥാപാത്രത്തിൻ്റെ ടെമ്പോ ഒരു ഡിഫറെൻറ്റ് ഇതിലായിരുന്നു. ഭയങ്കര സ്ലോ, ഒരു കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ക്യാരക്ടറിലൂടെയാണല്ലോ മുന്നറിയിപ്പ് പോകുന്നത്. അതും നെഗറ്റീവ് ക്യാരക്ടറായി ചെയ്ത. അതുപോലെ തന്നെ ഒരു പടം കൂടി ഉണ്ടായിരുന്നല്ലോ. ബട്ട് ഈ ഒരു ഷെയ്ഡ് ക്യാരക്ടർ കാണുമ്പോൾ തന്നെ ഒരു പേടിയുണ്ടാവും. ഇപ്പോൾ കുടുംബം പൂറ്റിയായാലും ബ്രഹ്മയോഗം ഞാൻ തിയേറ്ററിൽ കണ്ടോ ഈ ഒരു സംഭവം മനസ്സിലുണ്ടായിരുന്നു. പടം ഞാൻ കാണാൻ പോകുന്നത് എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത്, എന്തായാലും പോകുന്നത് സിനിമ എന്തോ ആയിക്കോട്ടെ, എനിക്ക് അഭിനയം കണ്ടിരിക്കണം. ആ ഒരു കാര്യത്തിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ബട്ട് സിനിമ എനിക്ക് വർക്കായി. ഒരു പക്ഷേ ഞാൻ ഈ ആക്ടിങ് ഇങ്ങനെ കണ്ടിരിക്കുമായിരുന്നു. കണ്ട് വേഗം പടം തീർന്നു. എനിക്ക് എൻഗേജിങ് ആയിരുന്നു. എനിക്ക് സ്ലോ പേസിൽ പോകുന്ന ഫിലിംസ് ഇഷ്ടമാണ്. പണ്ടൊരു ടൈമിൽ വെറുത്തോണ്ടിരുന്നൊരു ഇതാണ് ഈ ഡ്രാമ സോണുള്ള ഫിലിംസ്. ഡ്രാമ, ആക്ഷൻ, ത്രില്ലർ, ആ ഒരു സ്ലോലി പോകുന്ന പടങ്ങളുണ്ടല്ലോ. ഒരു ടൈമിൽ എനിക്ക് താല്പര്യം ഉണ്ടാവാത്ത ഒരു കാറ്റഗറി ആയിരുന്നു. പിന്നീട് പിന്നെ വർക്കായി, കണ്ട് പടങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് വർക്കായി. അപ്പോൾ ഞാൻ പടത്തിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് മുജീബ് മജീദ്. അതിനകത്ത് മുജീബ് മജീദ് പുള്ളിക്കാരൻ റീസെൻ്റ്ലി നല്ല നല്ല വർക്കുകൾ പണ്ടോട്ടേ ചെയ്യുന്നുണ്ട്. ബട്ട് ഈ പടങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. ഏതൊരു ഷോർട്ട് ഫിലിമിന് പുള്ളിക്കാരൻ ഏതോ സ്റ്റേറ്റ് അവാർഡ് മ്യൂസിക് ചെയ്തതിനെന്തോ കിട്ടിയിട്ടുണ്ട്. ഷോർട്ട് ഫിലിമിന് എന്തോ കേസിനെന്തോ. അദ്ദേഹം ചെയ്ത പോപ്പുലർ വർക്ക് കിഷ്കിന്ത കാണ്ഡം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത് പുള്ളിക്കാരനാണ്. സോങ് ഉണ്ടോ പടത്തിൽ ഓർമ്മയില്ല. കിഷ്കിന്ത കാണ്ഡം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. മ്യൂസിക് ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തിയിരുന്നു കിഷ്കിന്ത കാണ്ഡം. എക്കോ പുള്ളിക്കാരൻ്റെ മ്യൂസിക്കാണ്. ദെൻ രേഖാചിത്രം ഇയാളുടെ തന്നെ മ്യൂസിക്കാണ്. ഇപ്പോൾ അതേ ഈ ഫിലിം കളങ്കാവിൽ ലാസ്റ്റൊക്കെ എൻ്റെ മോനെ തിയേറ്ററിൽ ഈ ഡോൾബി അറ്റ്മോസ് ആയിരുന്നു. ഞാൻ പത്മയിലെ പടം കണ്ട സ്പീക്കർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, കറങ്ങിക്കൊണ്ടേ ഇരിക്കുക മ്യൂസിക്. രസമായിരുന്നു പടം. ഞാൻ മ്യൂസിക് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തു ഈ പടത്തിൽ. നല്ലോണം വർക്കായ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് മുജീബ് മജീദ് മ്യൂസിക് ചെയ്തേക്കുന്നത്. ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്ക്. അതുപോലെ തന്നെ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഒരു 1 hour ഉള്ളൂ, വേഗം തീരും. ഫസ്റ്റ് ഹാഫ് 1 hour ഉള്ളൂ. സെക്കൻഡ് ഹാഫ് ആണ് ഡ്യൂറേഷൻ വൈസ് നോക്കുവാണെങ്കിൽ 1.5 മണിക്കൂറോളം ഉണ്ട് സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് വേഗം തീരും. ഫസ്റ്റ് ഹാഫിൽ ഇൻ്റർവെൽ ബ്ലോക്ക് ഉണ്ട്. ചില പടങ്ങൾ, ഇപ്പോൾ ലിയോ അങ്ങനെയായിരുന്നു, ഇൻ്റർവെല്ലിൽ ഒരു രോമാഞ്ചമായിരുന്നല്ലോ. അതുപോലെ ഈ പടത്തിൽ ഇൻ്റർവെല്ലൊരു കിക്കൊന്ന് കിട്ടും പെട്ടെന്ന്. പടം കണ്ട ഞാൻ സ്പോയിലർ തരുന്നില്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാം. ഇൻ്റർവെല്ലിൽ ഞാൻ ഒരു സംഭവമായിരുന്നു. ഫാക്ടർ ഉണ്ട്, ഒരു ഞെട്ടിപ്പോകുന്നൊരു സംഭവം. ഭയങ്കരമായിട്ട് വർക്കായിരുന്നു ഫസ്റ്റ് ഹാഫ്. ആ ഇൻ്റർവെൽ പഞ്ച്. സെക്കൻഡ് ഹാഫ് ആയാലും നമുക്ക് ഓൾറെഡി ഇതിപ്പോൾ മറ്റേ ടൈപ്പ് ഫിലിം അല്ലേ, ഏത് വില്ലനെ കാണിക്കാണ്ട് വെച്ചിങ്ങനെ പോയി അവസാനം വില്ലൻ്റെ ഫേസ് റിവീൽ ചെയ്യുന്ന ആ ഒരു പാറ്റേൺ അല്ല. ഓൾറെഡി അറിയാം മമ്മൂക്കയാണ് വില്ലൻ. ഇപ്പോൾ സ്റ്റാർട്ടിങ് സീൻ തന്നെ മമ്മൂക്ക, വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല, നോർമൽ ഇൻട്രൊഡക്ഷനാണ്. ആ രീതിയിലാണ് പടം തുടങ്ങുന്നത്. മമ്മൂക്കയെ തന്നെ ആദ്യം കാണിക്കുന്ന, പിന്നെ അങ്ങനെ പോകുന്നു. പിന്നെ വിനായകൻ്റെ ക്യാരക്ടർ വരുന്നു, കേസ് അന്വേഷണം, കാര്യങ്ങളും നമുക്കറിയാം. അവസാനം കണ്ടുപിടിക്കും. പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കും, ഇതെങ്ങനെയാണ് ഇതിലേക്ക് എത്താം എന്നുള്ള സംഭവം ഉണ്ടല്ലോ. അവസാനം ഈ നോർമൽ പടങ്ങളിൽ അവസാനം ഒരിക്കലോ ഫേസ് റിവീൽ, അത് വല്ലാണ്ട് ഇതിൽ ഓൾറെഡി അറിയാം, സ്റ്റാർട്ടിങ് തന്നെ ഉണ്ട്. അപ്പം ഇങ്ങനെ വില്ലനും ഉണ്ട്, നായകൻ്റെ വർക്ക് ചെയ്യുന്നു, വില്ലൻ്റെ വർക്ക് ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. ഇതെങ്ങനെ അന്വേഷിച്ച് ഇവിടെ എത്തും ഒരു സംഭവമുണ്ട്. അത് നമ്മൾ സ്റ്റിൽ അറിയാൻ കണ്ടുപിടിക്കും. പടം അങ്ങനെയാണല്ലോ തീരാ. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് പേഴ്സണലി എനിക്കുണ്ടായിരുന്നു പടം കണ്ടപ്പോൾ. ഇപ്പം എന്തായി, എന്തെങ്ങനെ എത്തും എന്നുള്ളൊരു തോട്ട്. പിന്നെ പടം അവസാനം തീരാറാകുമ്പോൾ ഏകദേശം കണ്ടുപിടിക്കുന്ന ആ ഒരു ടൈമിൽ വിനായകൻ ഒരു ഇരിപ്പുണ്ട് കസേരയിലൊരു ഇരുത്തമുണ്ട് പുള്ളിക്കാരൻ്റെ. അതാ വേറൊരു കിക്ക് കിട്ടിയൊരു പോർഷൻ. ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞു, ആ ഇൻ്റർവെൽ പഞ്ചിന് ശേഷം പിന്നെ ഒരു കിക്ക് കിട്ടിയത് വിനായകൻ്റെ ആ ഒരു ഇരുത്തത്തിലാണ്. രസമായിരുന്നു അത്. പിന്നീട് എനിക്ക് വർക്കായത് ഭയങ്കരമായിട്ടും മ്യൂസിക് പറഞ്ഞു. മമ്മൂക്ക സിഗരറ്റ് വലിക്കുന്നൊരു സീൻ, സിഗരറ്റ് വലിയനായില്ലേ, അത് വലിച്ചിട്ട് വിടുമ്പോൾ ഉള്ളൊരു എക്സ്പ്രഷനും വിടുന്നൊരു സ്റ്റൈലുണ്ട്. നോർമൽ വിടലല്ല, ഒരു സർക്കിളായിട്ട് ആ ഒരു ഡിസൈനിലാണ് വിടുന്നത്. ആൾക്ക് ദേഷ്യം കയറിക്കഴിഞ്ഞാൽ ഈ സിഗരറ്റ് ചവച്ചരച്ച് തുപ്പിക്കളയുന്ന സീനുണ്ട്. ദേഷ്യം കയറിയിട്ട് കാണുമ്പോൾ തന്നെ പേടിയാവും. പേഴ്സണലി ഞാൻ പറഞ്ഞത് എനിക്ക് ഈ ആക്ടിങ് ആ ഒരു സംഭവം പ്രതീക്ഷ തന്നെ ചെന്നാൽ എനിക്ക് കിട്ടി. സിനിമ എന്ന രീതിയിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ദുരന്തർ ഞാൻ മിനിഞ്ഞാന്ന് കണ്ടു. ദുരന്തറും
ഒരു നല്ല തിയേറ്റർ വാച്ച് തന്നെയായിരുന്നു. ബട്ട് എവിടെയോ ചെറിയൊരു മിസ്സിങ് അടിച്ചു ദുരന്തർ. അത് എൻ്റെ വ്യക്തിപരമായ കാര്യം പറയുന്നത്. ഫസ്റ്റ് ഹാഫിൽ ചെറിയൊരു വലിച്ചിൽ തോന്നി പേഴ്സണലി എനിക്ക്. ദുരന്തർ ഇതുപോലെ ചാപ്റ്റർ വൈസാണ് കാണിക്കുന്നത്. ഈ പടം അങ്ങനെയാണ്. കളങ്കാവലും ഓരോ ചാപ്റ്ററായിട്ടാണ് കാണിക്കുന്നത്. ദുരന്തറും ആപ്പായിട്ടാണ് ആ പോയേക്കുന്നത്. അപ്പോൾ ഈ പടം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ. അപ്പോൾ അത് ഞാൻ നേരെ ചെന്നൊരു വീഡിയോ ഞാൻ കാറിലിരുന്ന് എടുത്തു. പിന്നെ തോന്നി അതിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. എന്നാൽ അത് വേണ്ട, ഞാൻ സ്വസ്ഥമായിട്ടിരുന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം എനിക്ക് ഇതായിരുന്നു കളങ്കാവൽ എന്ന സിനിമ. പത്മ തിയേറ്ററിലായിരുന്നു കണ്ടത്. പത്മ സ്ക്രീൻ 2 അല്ലേ അവിടുത്തെ വലിയ സ്ക്രീൻ 1 ആണ് 2 ആണ്, എപ്പോഴും മറന്നു. അവിടെ റീസെൻ്റ്ലി അവർ അവിടുത്തെ സ്ക്രീൻ അപ്ഗ്രേഡ് ചെയ്തു, സൗണ്ട് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്തു. നേരത്തെ ഡോൾബി 7.1 ആയിരുന്നു 4K പ്രൊജക്ഷനൊന്നും അപ്ഗ്രേഡ് ചെയ്തില്ല. ബട്ട് ഡോൾബി അറ്റ്മോസ് ആക്കിയിട്ടുണ്ട് പടം സ്ക്രീൻ. ഡോൾബി 7.1 ഇപ്പോൾ മേലിൽ സ്പീക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. പത്മ അല്ലെങ്കിലും പത്മയുടെ ആംബിയൻസ് എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. ആ ഒരു ബ്ലാക്ക്, എനിക്ക് അങ്ങനത്തെ സ്ക്രീനെ കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ PVR ആ ഒരു കേസിൽ PVR ലുലുയുടെ കാര്യം, ഗോബ്രോൺ മാളിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കളറാണല്ലോ ചുറ്റും. എനിക്ക് അങ്ങനത്തെ ഇതിനോട് താല്പര്യമില്ല. കൂടുതലും ഒരു ഡാർക്കായിട്ടുള്ള ഷെയ്ഡുള്ള തിയേറ്റേഴ്സാണ് കൂടുതൽ ഇഷ്ടം, എസ്പെഷ്യലി ബ്ലാക്ക് വന്നു കഴിഞ്ഞാൽ. പത്മ എനിക്ക് അങ്ങനത്തെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള തിയേറ്ററാണ് പത്മയിലെ വലിയ സ്ക്രീൻ. അപ്പോൾ റീസെൻ്റ്ലി അവർ അറ്റ്മോസ് ആക്കി, ഓക്കെ അവിടെ പോയി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ടതാണ്. അപ്പോൾ ഇതായിരുന്നു എനിക്ക് കളങ്കാവൽ കണ്ട എക്സ്പീരിയൻസ്. എനിക്ക് നല്ലോണം വർക്കായ ഒരു ഫിലിമാണ്. എൻ്റെ വ്യക്തിപരമായ ഒരു ഒപ്പീനിയനാണ്. അത്രേ ഉള്ളൂ.